ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വരാൽ കിട്ടി. വരാൽ ബ്രാലെന്ന് പറയും ഞങ്ങൾ. അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുക അതിനെ? ഇതിപ്പോൾ നമ്മുടെ പുഴയിൽ നിന്ന് കിട്ടുന്നതാണ്. പുഴയിൽ വെള്ളം കൂടിയപ്പോൾ പാടത്തോട്ട് വെള്ളം വന്നപ്പോൾ അതിൽ കൂടെ വെള്ളത്തിലൂടെ വരുന്ന മീനാണ്. അപ്പോൾ അതൊക്കെ ഫ്രഷായിട്ട് കിട്ടിയപ്പോൾ അത് ഫ്രഷായിട്ട് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. കറി വയ്ക്കാനും പൊരിക്കാനും എന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ കറി വയ്ക്കാനുള്ളത് നാളികേരവും മുളകും മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളി കൂടി അരച്ച് പുളി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് അത് മസാല ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ മീൻ ക്ലീൻ ചെയ്ത സ്ഥലമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഈ പുഴമീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ പെട്ടെന്ന് തന്നെ വെടുപ്പാക്കി എടുത്തില്ലെങ്കിൽ ഭയങ്കര സ്മെല്ല് വരും. പുഴമീനൊരു പ്രത്യേക മണമാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ വന്നപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായപ്പോൾ അതിലോട്ട് മീനൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് തക്കാളി ചോറും നമ്മുടെ വരാൽ ഫ്രൈ ചെയ്യാനാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ മീൻകറി ഉച്ചയ്ക്ക് എടുക്കില്ല, രാത്രിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് മീൻകറി വെച്ചത്. അപ്പോൾ ഇത് ചോറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം ഞാനത് ഊറ്റിയെടുത്തു. അപ്പോൾ തക്കാളി ചോറ് വെക്കാത്തവരും കഴിക്കാത്തവരൊന്നും ഉണ്ടാവില്ല അല്ലേ. ഏറ്റവും എളുപ്പത്തിൽ വെക്കാൻ പറ്റിയൊരു ചോറാണ് തക്കാളി ചോറ്. ഞാനപ്പോൾ കുറച്ച് സബോളയും സാധനങ്ങളൊക്കെ അതിലേക്ക് അരിഞ്ഞെടുത്തു. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ടു, പിന്നെ കാഷ്യൂനട്ട് കുറച്ച് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ ഇഷ്ടമുള്ള കാരണം അത് ഇട്ട് കൊടുത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത് ഒന്നും ഒരിഞ്ഞ് വന്നപ്പോൾ സബോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് പിന്നെ അധികം സബോള അധികം വഴന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം അതിലോട്ട് പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്ര പൊടികളെ ആവശ്യമുള്ളൂ ഈ തക്കാളി ചോറിന്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അതൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ താരമായ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് മൂടി വെച്ചിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് അതിൻ്റെ മസാല മണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് കാച്ചി ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവുമല്ലോ. ഇപ്പോൾ കാച്ചി ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി. അങ്ങനെ ഇതേ തക്കാളിയൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നു. അപ്പോൾ അതിലോട്ട് ചോറിട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് അതിന് കുറച്ച് മല്ലിയിലയും കൂടി വെതറി കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിച്ചോറ് റെഡിയാണ്. ഏറ്റവും ടേസ്റ്റുള്ള ചോറാണല്ലേ കഴിക്കാനായിട്ട്. ചോറുകളിൽ വെച്ചിട്ട് തക്കാളിച്ചോറ് സ്പെഷ്യൽ ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടു കൊടുത്തയക്കണമെങ്കിൽ അതിൽ കുറച്ച് സാലഡ് അല്ലെങ്കിൽ ഫ്രൈ എന്തെങ്കിലും മതി. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പൊക്കെ നോക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതേ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴുകി വെക്കണം. കട്ടിംഗ് ബോർഡൊക്കെ കഴുകി. അപ്പോൾ എനിക്ക് വാഷ് ബേസിനിൽ കുറച്ച് പാത്രങ്ങൾ കണ്ടാൽ പിന്നെ അപ്പം തന്നെ അത് കഴുകി വെച്ചില്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. അത് കഴുകില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കൂട്ടിയിട്ട് ശീലമില്ലാത്ത കാരണമായിട്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാവും. പലർക്കും പല വിധവും. ചിലവർക്ക് അത് മുഴുവനും ഒരുമിച്ച് കഴുകാനാവും ഇഷ്ടമുണ്ടാവുക. ഓരോന്നോരോന്ന് കഴുകണേക്കാളും കൂടുതൽ അങ്ങനെയാവും. അപ്പോൾ പാത്രം കഴുകൽ പിന്നെ എല്ലാവർക്കും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പണി തന്നെയാണല്ലേ. നമ്മൾ എങ്ങനെ പാത്രം കുറച്ച് ഉപയോഗിക്കാൻ നോക്കിയാലും എന്തായാലും പാത്രങ്ങളത് ഒരുമിച്ച് തന്നെ വരും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ച് പിന്നെ അതിലോട്ട് നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനത്തെ കഷ്ണങ്ങളാക്കി മുറിക്കുമ്പോഴാണ് ഇതിങ്ങനെ ചെറുതാക്കി ഇട്ട് കൊടുക്കുക. ചിലർ നല്ല നീളത്തിൽ മുറിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴാണ് കഷ്ണം മീനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുക. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്യുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ വരാൽ ഫ്രൈക്ക്. കുറേ നാളായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് അവിയൽ ഫ്രിഡ്ജിലിരുന്നായിരുന്നു, അതും കൂടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഫ്രൈ ചെയ്ത് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് നല്ല ചൂടുള്ള ചോറ് പാത്രത്തിലോട്ട് വിളമ്പിയിട്ടുണ്ട്. കൂടെ വരാൽ ഫ്രൈയും പിന്നെ കുറച്ച് ഈ അവിയലുള്ളത് കാരണമാണ് ഞാൻ കഴിക്കുന്നത്. ഇത് ഉണ്ടാക്കിയത് കുറച്ച് ഫ്രിഡ്ജിലിരുന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മീൻ പൊരിച്ചത് കുറേ നാൾക്ക് ശേഷം കഴിക്കണ കാരണം അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഈ പുഴമീനിൽ ഇപ്പോൾ തീരെ കിട്ടാത്ത സാധനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഈ ബ്രാലും പിന്നെ അതുപോലെ തന്നെ ചേറൻ എന്ന് പറയും. ബ്രാലിൻ്റെ വേറൊരു ഡ്യൂപ്ലിക്കേറ്റാണ് ചേറൻ. അപ്പോൾ അതൊന്നും തീരെ ഇപ്പോൾ കിട്ടാറില്ല. ഒന്നും പറയണ്ട, ഇവിടെ ചേറമീൻ കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.